10ാം ക്ലാസ്സിലെ ഹിന്ദിയിൽ നമുക്ക് ബസന്ത് മേരെ ഗാവ് കാ എന്ന് പറഞ്ഞ ഒരു ലേഖ പഠിക്കാനുണ്ട്, ഒരു ലേഖനം. മുകേഷ് നൗട്ടിയാലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രാമത്തിലെ വസന്തത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു ലേഖനത്തിൽ പറയുന്നത്. ബസന്ത് മേരെ ഗാവ് കാ, വസന്തം എന്റെ ഗ്രാമത്തിലെ വസന്തം അല്ലെ, ഒരു നല്ല ഭംഗിയിൽ ബസന്ത് മേരെ ഗാവ് കാ, വസന്തം എന്റെ ഗ്രാമത്തിന്റെ വസന്തത്തിനെ പറ്റിയിട്ടാണ് എന്ത് പറയുന്നത്, ഈ ഒരു ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പർവ്വതത്തിന്റെ പേര് അറിയണം. എന്താണ്, പഞ്ചാജുലി എന്ന് പറഞ്ഞൊരു പർവ്വതം ഉണ്ട്. പഞ്ചാജുലി, പാഞ്ച് ആ ഒരു വാക്ക് തന്നെ ഉണ്ടല്ലേ, പാഞ്ച്, 5 പർവ്വതം, 5 പീക്കുകളുള്ള, 5 പീക്കുള്ള ഒരു പർവ്വതം, അതാണ് പഞ്ചാജുലി. പിന്നെ ഈ പഞ്ചാജുലിനെ പറ്റി ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, പാണ്ഡവരെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് നമ്മുടെ മഹാഭാരതത്തിലെ പാണ്ഡവര്, പഞ്ചപാണ്ഡവര്, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഈ 5 പേര് അല്ലെ, ഈ 5 പേരടങ്ങുന്ന പഞ്ചപാണ്ഡവര് എന്ത് ചെയ്തു, സ്വർഗത്തിലേക്ക് പോകുന്ന വഴി നമ്മളെ ഈ പഞ്ചാജുലിയുടെ 5 ശിഖരങ്ങളിൽ വെച്ചിട്ട് ഭക്ഷണം പാകം ചെയ്തു കഴിച്ചു എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോ പഞ്ചാജുലിനെ പറ്റിയിട്ട് ഒക്കെയാണല്ലോ 5 ശിഖരങ്ങൾ അല്ലെ. അത് കഴിഞ്ഞിട്ട് ഒരു പർവ്വതം എന്ന് പറയുന്നത് നന്ദാ പർവ്വതമാണ്. നന്ദാ പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2ാമത്തെ ഹൈയസ്റ്റ് പീക്ക് നന്ദാ പർവ്വതം എന്ന് പറയാം. കാഞ്ചൻജംഗയാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഒരു നന്ദാ പർവ്വതം ഉണ്ട്. പിന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൗഗംബ പർവ്വതം, ചൗഗംബ, 4 അല്ലെ, 4 പീക്കുകളുള്ള ഒരു പർവ്വതമാണ് ചൗഗംബ പർവ്വതം. അപ്പോൾ നമ്മൾ 3 പർവ്വതങ്ങൾ പറഞ്ഞു. പഞ്ചാജുലി 5 ശിഖരങ്ങളുണ്ട്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, നന്ദാ പർവ്വതത്തില് നമ്മളെ ഈ പഞ്ചാജുലിന്റെയും ചൗഗംബന്റെയും ഇടയിലാണ് നന്ദാ പർവ്വതം വരുന്നത്. പിന്നെന്താണ്, ചൗഗംബ പർവ്വതം. ഓക്കെ ആണല്ലോ, ഈ 3 പർവ്വതങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഈ 3 പർവ്വതങ്ങളിലും ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഓരോ ദിവസങ്ങൾ കഴിയുന്നതിനും സൂര്യൻ എന്ത് ചെയ്യും, ഈ പഞ്ചാജുലി എന്ന് പറഞ്ഞ പർവ്വതത്തിൽ നിന്ന് മെല്ലെ ചൗഗംബ പർവ്വതത്തിലേക്ക് പോകും. ആദ്യം പഞ്ചാജുലിയിൽ ഇങ്ങനെ 5 ശിഖരങ്ങളും കഴിഞ്ഞ് പിന്നെ നന്ദാ പർവ്വതത്തിലേക്ക് പോയി, പിന്നെ നമ്മൾ ചൗഗംബയിലേക്ക് പോകും. അപ്പൊ ഓരോ പർവ്വതത്തിന്റെ മുകളിൽ വരുന്ന സമയത്ത് ആ ഒരു താഴെയുള്ള ഭാഗങ്ങളിൽ എന്താണ്, ഓരോ കാലാവസ്ഥയായിരിക്കും. ഈ പഞ്ചാജുലിന്റെ അടുത്ത് വരുന്ന സമയത്ത് തണുപ്പ് കാലാണ്. പിന്നെ നന്ദയിൽ വരുന്ന സമയത്ത് വസന്തകാലം വരുന്നു. പിന്നെ നമ്മൾ ചൗഗംബ പർവ്വതത്തിന്റെ അടുത്ത് വരുന്ന സമയത്ത് ചൂടുകാലം, വേനൽക്കാലം വരും. ഈ ഒരു 3 കാലവും കൂടി ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം പാഠം. मकर संक्रांति के बाद सूरज पंचाजूली के शिखरों से चौगंबा पर्वत की तरफ खिसकना शुरू कर देता है എന്നാണ്. മകരസംക്രാന്തിക്ക് ശേഷം, മകരസംക്രമം, നമ്മള് ശബരിമലയിൽ ഈ മലയിന്റെ മുകളിൽ നിന്നൊരു ചെറിയ വെളിച്ചമൊക്കെ കാണുന്ന പറഞ്ഞാൽ മകരസംക്രമം ഇല്ലേ, അത് തന്നെയാണ് മകരസംക്രാന്തി. ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ ഓരോ ഭാഗത്ത് ഓരോ വിധത്തിലാണ് അവർ ആഘോഷിക്കുന്നത്. അപ്പൊ മകരസംക്രാന്തിക്ക് ബാദ്, കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷമാണ് കേട്ടോ. മകരസംക്രമണത്തിന് ശേഷം പഞ്ചാജുലിക്ക് ശിഖരോസെ, പഞ്ചാജുലിയുടെ ശിഖരത്തിൽ നിന്ന് ചൗഗംബ പർവ്വത് കി തരഫ്, ചൗഗംബ പർവ്വതത്തിന് നേരെ സൂരജ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സൂര്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചൗഗംബ പർവ്വത് കി തരഫ് ഖിസക്ന ശുരു കർ ദേത്താ ഹെ. ഖിസക്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ലിപ്പായിട്ട് തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശുരു കർണ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുകയാണ്. അപ്പൊ മകരസംക്രാന്തിക്ക് ശേഷം സൂര്യൻ പഞ്ചാജുലിയുടെ ശിഖരത്തിൽ നിന്നും ചൗഗംബ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് തെന്നി നീങ്ങാൻ ആരംഭിക്കുന്നു. അപ്പൊ നമ്മൾ സൂര്യൻ എവിടെ നിന്ന് തുടങ്ങി, നമ്മൾ പഞ്ചാജുലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ദാദി കഹത്തി തീ, മുത്തശ്ശി പറയുമായിരുന്നു, എന്ത് പറയായിരുന്നു, ദാദി കഹത്തി തീ കി जेठ तक सूरज हर सुबह 42 बार छलांग मारता है. എന്താണ്, ദാദി കേത്തി ഹേ, മുത്തശ്ശി പറയുമായിരുന്നു. ജേട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ്. നമ്മുടെ ഈ ഇപ്പം ഇംഗ്ലീഷ് മാസം ജാനുവരി ഫെബ്രുവരി പറയും അല്ലെ. കൊല്ലവർഷക്കണ്ട് നമ്മുടെ കേരളത്തിലുള്ളത് ചിങ്ങം, കന്നി, തുലാം. അതുപോലെ ഇന്ത്യയിൽ എല്ലാവരുടെയും അറിയപ്പെടുന്ന ഒരു കലണ്ടറാണ്, എല്ലാവരെയും അറിയുന്ന ഒരു കലണ്ടറാണ് ശകവർഷ കലണ്ടർ, ഇന്ത്യയിൽ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ ശകവർഷ കലണ്ടറിലെ ഒരു മാസമാണ് ജേഠ മാസം. അപ്പോ ദാദി കേത്തി തീക്കി ജേഠ് തക് സൂരജ് ഹർ സുബ, എന്താണ്, ദാദി പറയുമായിരുന്നു ഈ ജേഠ് മാസം അല്ലെ, ജേഠ് മാസം വരെ സൂര്യൻ എന്ത് ചെയ്യും, സുബ രാവിലെ, ഹർ സുബ എല്ലാ ദിവസവും രാവിലെ, 42 बार छलांग मारता है. 42 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഞാൺ ഇത്രയൊക്കെ വരും, ഒരു ഞാൺ. അപ്പൊ ഓരോ ഞാൺ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ പർവ്വതത്തിൽ ഇങ്ങനെ ഓരോ ഒന്നാമത്തെ ദിവസം ഇങ്ങനെയാണെങ്കിൽ ഒരു ഞാൺ കഴിഞ്ഞിട്ട് ഇത്ര ദൂരത്തിൽ, അങ്ങനെ ഓരോ ഞാൻ ഏകദേശ അളവാണ് പറയുന്നത്.
അപ്പൊ അങ്ങനെ ഒരു നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് ഓരോ ഞാൻ വ്യത്യാസത്തിൽ ഇങ്ങനെ സൂര്യൻ ചാടി പോകുന്നതായിട്ട് നമുക്ക് തോന്നാം. ഈ ജേഷ്ഠ മാസം വരെ സൂര്യൻ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാമെന്ന് ആര് പറയുമായിരുന്നു? മുത്തശ്ശി പറയായിരുന്നു. पंचाजुली से चौगंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. എന്താണ്? പഞ്ചാജുലി സെ ചൗഗംബ തക് അല്ലെ, പഞ്ചാജുലിന്ന് ചൗഗംബ എന്ന് പറഞ്ഞു. ഇവിടെയാണ് പഞ്ചാജുലി കഴിഞ്ഞിട്ട് നന്ദ കഴിഞ്ഞിട്ട് ചൗഗംബ അല്ലെ. അപ്പൊ പഞ്ചാജുലിന്ന് ചൗഗംബയിൽ എത്താൻ വേണ്ടിയിട്ട് സൂര്യൻ ഏകദേശം എന്താണ് 4 മഹീനെ 4 മാസങ്ങൾ അല്ലെ, 4 മാസങ്ങൾ എടുക്കുമായിരുന്നു. ഓക്കെ, इन्हें पंचाजुली की 5 बर्फीले चोटियों और चौगंबा के 4 शिखरों के बीच में जो पहाड़ नजर आ रहा है वो नंदा पर्वत है. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പഞ്ചാജുലിന്റെ 5 ബർഫീന എന്ന് പറഞ്ഞാൽ മഞ്ഞു മൂടിയ ശിഖരങ്ങൾ അല്ലെ, പീക്കിന്റെയും അതുപോലെ ചൗഗംബാക്ക് 4 ശിഖരമൊക്കെ, ചൗഗംബയുടെ 4 ശിഖരങ്ങളുടെയും ബീച്ച് മേ അല്ലെ, എന്താണ് അതിന്റെ ഏറ്റവും എന്താണ് അതിന്റെ തൊട്ട് നടുവില് അല്ലെ, ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു പർവ്വതാണ് അല്ലെ, നമ്മൾ കാണുന്ന ആ പർവ്വതാണ് എന്ത്? നന്ദാ പർവ്വത്. നമുക്ക് ഓൾറെഡി അറിയാലേ, പഞ്ചാജുലിന്റെയും ചൗഗംബയുടെയും തൊട്ട് നടുവില് അല്ലെ, അതിന്റെ രണ്ടിന്റെയും കറക്റ്റ് ഇടയിൽ നിൽക്കുന്ന ഒരു പർവ്വതാണ് എന്ത്? നന്ദാ പർവ്വത്. ഇനി എന്താണ്? सूरज पंचाचुली से खिसककर जब नंदा पर्वत तक पहुंचता है तो पहाड़ों में प्योरी के पीले फूल खिलने लगते हैं. എന്താണ്? സൂരജ് പഞ്ചാചുലി സെ ചികിത്സക്കർ അല്ലെ, സൂരജ് പഞ്ചാചുലിന്ന് സ്ലിപ്പായിട്ട് അല്ലെ, നല്ല തെന്നിയിട്ട് എന്ത് ചെയ്യും? നന്ദാ പർവ്വത് തക് പहुंचता है, നന്ദാ പർവ്വതത്തിൽ എത്തും. ആദ്യം പഞ്ചാചുലിന്ന് നന്ദയിലേക്ക് എത്തി അല്ലെ. ആ സമയത്ത് എന്താണ്? തോ പഹാഡോമേ, പർവ്വതങ്ങളിൽ എന്താണ്? പ്യോലിക്ക് പീലെ ഫൂൽ, ഒരു പ്യോലി എന്ന് പറഞ്ഞ ചെടിയുടെ മഞ്ഞ കളറുള്ള പൂക്കള് വിരിയുമായിരുന്നു. പ്യോലിക്ക് പീലെ ഫൂൽ കിൽത്തെ ഹെ, എന്താണ്? കിൽനെ ലഗ്താ ഹെ, വിടരാൻ തുടങ്ങും അല്ലെ. ഫൂൽ പൂവാണ് അല്ലെ, മഞ്ഞ പൂക്കൾ, പീലെ മഞ്ഞ പൂക്കള് വിടരാൻ തുടങ്ങും. അപ്പൊ നന്ദാ പർവ്വതത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ മഞ്ഞ പൂക്കൾ കൊണ്ട് പഹാഡ് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും അല്ലെ. പഹാഡ് എന്തായിരുന്നു? പർവ്വതം ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ടുണ്ടാവും. അപ്പൊ വസന്തകാലം ആരംഭിച്ചു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണത് അല്ലെ. ഓക്കെ, ഈ പീലെ പൂവിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഡിക്ഷണറിന്റെ പോർഷൻ ഉണ്ടല്ലേ, അതിൽ നമുക്ക് ഈ പ്യോലിന്റെ പൂക്കളുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യണേ നിങ്ങൾ. ഇനി पहाड़ी ढलानों पर खूबसूरती से कटे सीढ़ीनुमा खेतों में गेहूं की हरियाली के बीच सरसों की पीलाई पसर जाती है. എന്താണ്? നമ്മളെ പഹാഡി ഠലാനോ പർ, പഹാഡി ഠലാനോ എന്ന് പറഞ്ഞാൽ പഹാഡ് നമ്മളെ പർവ്വതത്തിന്റെ ചെരിഞ്ഞ ഭാഗം, ആ ഒരു സ്ലോപ്പിൽ എന്താണ്? ഖൂബ്സൂരത്തി സേ കട്ടെ, ഖൂബ്സൂരത്തി എന്ന് പറഞ്ഞാൽ ഖൂബ്സൂരത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയില്ല അല്ലെ, ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എന്താണ്? സീഡിനുമാ കേത്ത്, നല്ല സ്റ്റെപ്പ് പോലെയുള്ള പർവ്വതം ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതിനെന്ത് ചെയ്യുന്നു? ചെറിയ സ്റ്റെപ്പുകൾ ആക്കിയിട്ട് അതിലിങ്ങനെ കൃഷി ചെയ്യാം. അതിന്റെയും ചിത്രം നമുക്ക് ബാക്കിലെ ഡിക്ഷണറിന്റെ പോർഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സീഡിനുമാ കേത്തോമേ ഗേഹൂ കി ഹരിയാലി കെ ബീച്ച് സർസോ കി പീലായി പസർലാത്തി. ഗേഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റ്, ഗോതമ്പാണ്. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മളെ ആ ഒരു സ്റ്റെപ്പ് ആയിട്ടുള്ള സീഡിനുമാ കേത്തല്ലേ, ആ ഒരു സ്റ്റെപ്പ് പോലെയുള്ള വയലിൽ ഗേഹൂ കി ഹരിയാലി, നമ്മളെ ഗോതമ്പിന്റെ നല്ല പച്ചപ്പ്, ഹരിയാലി ഹര എന്ന് പറഞ്ഞാൽ പച്ച, ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പ് അല്ലെ. ആ ഒരു ഗോതമ്പിന്റെ പച്ചപ്പിന്റെ ഇടയില് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയില് സർസോ കി പീലായി പസർ ജാതി ഹെ. सरस എന്ന് പറഞ്ഞാല് സർസോം കാ തേൽ ഇട്ടിട്ടുണ്ട്, കടുകിന്റെ എണ്ണ, കടുകാണ് സർസോ. അപ്പൊ സർസോം കി പീലായി പസർ ജാതി ഹെ എന്നാണ്. നമ്മളെ ഈ പച്ച ഗോതമ്പിന്റെ പച്ചപ്പിനിടയിൽ എന്ത് കാണാം? നമുക്ക് കടുകിന്റെ മഞ്ഞ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. വസന്ത് ബൗറാനെ ലഗ്തേ ഹെ, എന്താണ്? നമ്മളെ വസന്തം ആരംഭിച്ചു തുടങ്ങിയല്ലേ, വസന്തം അവിടെ ആരംഭിച്ചു തുടങ്ങി. നമ്മളെ പീലേ പൂ, നമ്മളെ മഞ്ഞ കടുകിന്റെ എന്താണ് പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വസന്തം ആരംഭിച്ചു. ഇപ്പൊ സൂര്യൻ എവിടെയുണ്ട്? നന്ദാ പർവ്വതത്തിലാണുള്ളത്, വസന്താണ് അല്ലെ. വസന്ത് പൂതേ കാ ത്യോഹാർ ലേക്കർ ആതാ ഹെ, വസന്തം
ഫൂൽദേയി എന്ന് പറഞ്ഞ ഒരു ത്യോഹാർ എന്ന് പറഞ്ഞ ഉത്സവം, ഫൂൽദേയി എന്ന് പറഞ്ഞ ഉത്സവം കൊണ്ടാണ് വരിക. പൂക്കളാണ്, ദേയി പൂക്കള് ഉള്ള ഒരു ഉത്സവമാണ് ഫൂൽദേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇവിടെ ചെറിയ കുട്ടികളെല്ലാം എന്താണ് ഈ പൂക്കൾ ശേഖരിക്കുകയും വീടുകൾ അലങ്കരിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന ആ ഗ്രാമം മുഴുവൻ എന്താണ് മുഴുവൻ പൂക്കളായിരിക്കും. ഓരോ ആളുടെ വീട്ടിന്റെ ഫ്രണ്ടിലും വാതിലിന്റെ ആ ഭാഗത്തും മുറ്റത്തും എല്ലാവിടെയും എന്താണ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ബസന്ത് ഫൂൽദേയി കാ ത്യോഹാർ ലേക്കർ ആതാ ഹൈ. ബസന്ത് എന്താണ് ഫൂൽദേയി എന്ന് പറഞ്ഞ ഉത്സവം കൊണ്ടാണ് വരിക. ആ സമയത്താണ് എന്ത് ഫൂൽദേയി എന്ന് പറഞ്ഞ ആഘോഷം അവിടെ ആഘോഷിക്കാറുള്ളത്. ദേർ ഷാം തക് ബച്ചെ ഫൂൽ ചുൻതേ ഹെ. എന്താണ് വളരെ വൈകുന്നവരെ, ദേർ ഷാം തക് വളരെ വൈകുന്നേരം വരെ എന്ത് ചെയ്യും ബച്ചെ കുട്ടികൾ അല്ലെ, കുട്ടികള് ഫൂൽ ചുൻതേ ഹെ പൂക്കൾ ഇങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു, ശേഖരിക്കുമായിരുന്നു. इन फूलों को रिंकाल से बनी खास तरह की टोकरियों में रखा जाता है. ഈ പൂക്കളെ റിങ്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് റിങ്കാലിന്റെ അർത്ഥം എന്താണ് ബാസ്കി ഏക്ക് പ്രജാതി അല്ലെ. ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളയാണ്. ബാസുരി കേട്ടിട്ടുണ്ടോ? ബാസുരി എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ, ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുള. അപ്പൊ മുളയുടെ ഒരു തരം ആണ് റിങ്കാൽ, അതായത് നമ്മൾ ചൂരല് കൊണ്ടുള്ള ടോക്കരി എന്ന് പറഞ്ഞാൽ കൊട്ട, ചൂരല് കൊണ്ടുള്ള കൊട്ടയിലാണ് നമ്മൾ ഈ പൂക്കളൊക്കെ എന്ത് ചെയ്യുന്നത് ശേഖരിച്ചു വെക്കുന്നത്. ഇൻ ഫൂലോങ്കോ ഈ പൂക്കളെ റിങ്കാൽസെ ബനി, റിങ്കാലോ ചൂരല് കൊണ്ടുണ്ടാക്കിയ കാസ് തരക്കി ടോക്കരിയോമേ രക്കാ ജാതാ ഹെ. പ്രത്യേക തരത്തിലുള്ള ഒരു കൊട്ടയിലാണ് അവർ സൂക്ഷിച്ചു വെക്കുന്നത്. ടോക്കരിയോങ്കോ രാത് ഭർ പാനി സെ ഭരി ഗാഗറോ കെ ഊപ്പർ രക്കാ ജാതാ ഹെ. ഈ നമ്മളെ ഈ കൊട്ടകളെ എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മൺകുടത്തിന്റെ മുകളിൽ അവരെന്ത് ചെയ്യും ആ മൺകുടത്തിൽ വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിന്റെ മുകളിലാണ് ഈ ടോക്കരീനെ വെക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത് പോലെ എന്താണ് കുറച്ച് തണുപ്പ് വേണ്ടിയിട്ട്, അതായത് പൂക്കൾ കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം കളക്ട് ചെയ്ത പൂക്കൾ ഒരു ടോക്കരിയിൽ ഇട്ടിട്ട് കൊട്ടയിൽ ഇട്ടിട്ട് അതിന് ഒരു വെള്ളം നിറച്ച കുടത്തിന്റെ മേലെ ഇങ്ങനെ വെക്കും അല്ലെ. അപ്പൊ ടോക്കരിയോങ്കോ രാത് ഭർ, ടോക്കരികളെയൊക്കെ എന്താണ് രാത് ഭർ രാത്രി മുഴുവനും പാനി സേ ഭരി പാനിയിൽ നിറച്ച് ഗാഗറോ സേ ഊപ്പർ രക്കാ ജാതാ ഹെ പാത്രങ്ങളുടെ മുകളിൽ വെക്കുമായിരുന്നു അല്ലെ. താക്കി വ സുബ തക് മുർജാന പായെ. എന്താണ് താക്കി വ എന്ന് പറഞ്ഞാൽ അതിന് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സുബ തക് രാവിലെ വരെ അത് വാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കുമായിരുന്നു അല്ലെ. വെള്ളം നിറച്ച പാത്രത്തിന്റെ മുകളിൽ ടോക്കരിയിൽ നിറയെ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് വെക്കുമായിരുന്നു. സുബ പൗ ഫട്തേ ഹി ബച്ചോ കി ടോലിയ ഗാവ് ഭർ മേ ഘൂംതി ഹൈ. എന്താണ് സുബഹ പൗ ഫട്തേ ഹി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ പ്രഭാതം പൊട്ടി വിടരുന്ന സമയത്ത് ബച്ചോ കി ടോലിയാം കുട്ടികളുടെ ഗ്രൂപ്പ്, കുട്ടികളെ ചെറിയ ചെറിയ ടോലിയാം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ നടത്തുകയാണ്. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകൾ ഗാവ് ഭർ മേ ഘൂംതി ഹൈ ഗ്രാമത്തിൽ മുഴുവൻ എന്താണ് ചുറ്റി നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. എന്തിനാണ്? പിछली शाम चुने गए फूल घरों की देहरियों पर सजाया जाता है. എന്താണ് പിछली शाम അതായത് കഴിഞ്ഞ ദിവസം അല്ലെ, കഴിഞ്ഞ വൈകുന്നേരം പിछली शाम കഴിഞ്ഞ വൈകുന്നേരം ചുനേ ഗയെ അവർ കളക്ട് ചെയ്ത പൂക്കൾസ് ഒക്കെ എന്ത് ചെയ്തു, പൂക്കളൊക്കെ എന്താണ് ഫൂൽ ഘരോं की दहरियों पे, ഘർ എന്ന് പറഞ്ഞാൽ വീട് അല്ലെ, വീടുകളുടെ എന്താണ് പടിവാതിൽക്കലൊക്കെ ഇവര് അലങ്കരിച്ചു വെക്കും. जिनके घरों में फूल सजाए जाते हैं वे बच्चों को चावल गुड़ दाल आदि देते हैं. എന്താണ് ആരുടെ വീട്ടിലാണോ പൂക്കള് അലങ്കരിച്ചു വെക്കുന്നത് അവരെന്ത് ചെയ്യും ബച്ചോക്കോ ചാവൽ ഗുഡ് ദാൽ ഇതൊക്കെ കൊടുക്കും. ചാവല് അരി, ഗുഡ് ശർക്കര, ദാൽ എന്ന് പറഞ്ഞ പരിപ്പ്, ഇതൊക്കെ കൊടുക്കും. നമ്മൾ എന്താ പറഞ്ഞത് ഫൂൽദേയിന്റെ ഉത്സവം നന്ദാപർവ്വതത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഫൂൽദേയിന്റെ ത്യോഹാർ ആരംഭിക്കുന്നു അല്ലെ. ഫൂൽദേയി എന്ന് പറഞ്ഞ ഉത്സവം ആരംഭിക്കും. കുട്ടികൾ എന്ത് ചെയ്യും പൂക്കളൊക്കെ ശേഖരിച്ചിട്ട് ഒരു റിങ്കാൽസെ ബനി ടോക്കരി എന്ന് പറഞ്ഞാൽ എന്താ ചൂരൽ കൊണ്ടുണ്ടാക്കിയ കൊട്ടകളിൽ സൂക്ഷിച്ചു വെക്കും. എവിടെ സൂക്ഷിച്ചു വെക്കും? രാത്രിയിൽ വൈകുന്നേരം ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും ഈ വെള്ളം നിറച്ചു വെച്ച പാത്രങ്ങളുടെ മുകളിൽ ഇത് വെക്കും വാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും ഓരോരോ വീട്ടിൽ പോയിട്ട് ഇത് അലങ്കരിക്കും. അവരവരുടെ വീട്ടിൽ മാത്രമല്ല എല്ലാ വീട്ടുകളിലും എന്താണ് കുട്ടികൾ എല്ലാവരും ഗ്രൂപ്പായിട്ടാണല്ലോ അല്ലെ. എല്ലാവരുടെ വീട്ടിലും പോയിട്ട് ഇവരിങ്ങനെ അലങ്കരിക്കുന്ന വീട്ടില് ഏത് വീട്ടിലാണോ അലങ്കരിച്ചത് അവരെന്ത് ചെയ്യും അരിയും പിന്നെ ഗുഡ് ശർക്കരയും ദാല് പരിപ്പും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കും. ओके दक्षिणा में मिली ये सामग्री पूरे 21 दिन तक इकट्ठा की जाती है. എന്താണ് ദക്ഷിണയിൽ ലഭിച്ച ദക്ഷിണ തന്നെയാണ് കേട്ടോ. ദക്ഷിണയിൽ ലഭിച്ച ഈ സാമഗ്രികൾ ഈ സാധനങ്ങൾ അല്ലെ സാമഗ്രികൾ എന്ത് ചെയ്യും പൂരെ 21 दिन तक
കംപ്ലീറ്റ് 21 ദിൻ തക് എന്ന് പറഞ്ഞാൽ 11 ദിവസമാണ് നമ്മൾ ഈ ഇവരെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. ഈ 21 ദിൻ തക്, ഈ 11 ദിവസം, 21 ആണ്, 11 അല്ല, 21 ദിവസത്തേക്ക്. അപ്പൊ 21 ദിവസത്തേക്ക് എന്താണ് ഇക്കട്ടാക്കി ചാത്തിക, ഇവരിങ്ങനെ ശേഖരിച്ചു വെക്കും. അതായത് പൂക്കള് ശേഖരിക്കും, എന്നിട്ട് രാത്രി വെക്കും അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യും, രാവിലെ പോയിട്ട് വീടുകളൊക്കെ അലങ്കരിക്കും, എന്നിട്ട് അവർക്ക് എന്ത് കിട്ടും, ചാവല്, ഗുഡ്, ദാല് കിട്ടും അല്ലെ. ഇതെല്ലാം അവർ എന്ത് ചെയ്യും, 21 ദിവസം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അപ്പൊ നമ്മള് ഓണമൊക്കെ ആഘോഷിക്കാറില്ലേ, 10 ദിവസം ഓണം ആഘോഷിക്കൂലേ, അതുപോലെ ഈ ഫൂൾ ഡേന്റെ ആഘോഷം എത്ര, 21 ദിവസമാണ് അവര് ആഘോഷിക്കുന്നത്. फूल डे की विदाई के साथ ബസന്ത് കാ യേ ഉത്സവ് സമാപ്ത് ഹോ ജാതാ ഹെ. എന്താണ് ഫൂൾ ഡേയിന്റെ വിടവാങ്ങലോടെ, വിട പറയുകയാണ് വിദായി എന്ന് പറഞ്ഞാല്. അപ്പൊ വിടവാങ്ങലോടെ എന്താണ് നമ്മളെ ഈ വസന്തത്തിന്റെ ഉത്സവം അവസാനിക്കുക, സമാപ്തമാവുകയാണ്, അവസാനിക്കുകയാണ് അല്ലെ. അന്തിം ദിൻ ഇക്കട്ടി की गई सामग्री से सामूहिक बोझ बनाया जाता है. അവസാന ദിവസം, അന്തിം ദിൻ അവസാന ദിവസം ഈ ശേഖരിച്ച സാമഗ്രികൾ എന്ത് ചെയ്യും, സാമൂഹിക് ഭോജ് ബനായ, ഈ സാമഗ്രികൾ കൊണ്ട് സമൂഹ സദ്യ, സാമൂഹിക് ഭോജ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹ സദ്യ അവര് ഉണ്ടാക്കും. അപ്പൊ എല്ലാവർക്കും കൂടിയുള്ള ഫുഡ് ആരാ ഉണ്ടാക്കുക, കുട്ടികൾ തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ. ഇസ് ആയോജൻ മേ ബഡോ കി ഭൂമിക കേവൽ സലാ ദേനെ തക് സീമിത് ഹോത്തി ഹെ. എന്താണ് ഈ ഒരു പരിപാടിയിൽ, ആയോജനം എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയില് ബഡോ കി ഭൂമിക എന്താണ്, ഈ നമ്മുടെ മുതിർന്നവരുടെ ഡ്യൂട്ടി എന്താണ്, കേവൽ സലാദേനെ തക് സീമിത് ഹോത്തി ഹെ. എന്താണ് കേവലം, അതായത് വെറും എന്താണ് അവർ ചെയ്യുന്നത്, സലാദേന അഭിപ്രായം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പറയുക മാത്രമാണ് അവരുടെ ഡ്യൂട്ടി, നമ്മുടെ മുതിർന്നവരുടെ. കുട്ടികളാണ് ഈ ഉത്സവം ഒക്കെ ചെയ്യുന്നത്. ബാക്കി സാരി കം ബച്ചേ കർത്തേ ഹെ, ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ് കുട്ടികളാണ് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് കെ ഹിമാലയ അഞ്ചൽ മേ फूल डे से बड़ा बच्चों के कोई दूसरा त्योहार नहीं है. അതായത് നമ്മുടെ ഈ ഉത്തരാഖണ്ഡിലെ ഹിമാലയത്തിന്റെ അഞ്ചൽ എന്ന് പറഞ്ഞാൽ മടിത്തട്ട്, നമ്മളെ ഉത്തരാഖണ്ഡിന്റെ ഹിമാലയത്തിന്റെ മടിത്തട്ടില് ഫൂൾ ഡേ എന്ന് പറഞ്ഞ ഉത്സവത്തിനേക്കാളും വലിയ കുട്ടികളുടെ വേറൊരു ഉത്സവം ഇല്ല ആ ഒരു പ്രദേശത്ത് എന്നാണ് പറയുന്നത്. പിന്നെ ഉദർ ബച്ചേ ഫൂൾ ഡേ കെ ജഷൻ മേ ഷാമിൽ ഹോത്തേ ഹേ. എന്താണ് അവിടെ കുട്ടികൾ ഫൂൾ ഡേയുടെ ജഷൻ, ഉത്സവം എന്നുള്ളതിനാണ്, ഉത്സവത്തിന്റെ പങ്കെടുക്കുകയായിരിക്കും. ഓർ ഇതർ ബഡേ ഢോൽ ധമാവോं के थाप पर ചേത്തി ഗീത് ഗാത്തേ ഹേ. എന്താണ് ഇവരെന്ത് ചെയ്യും, ഇവിടെ കുട്ടികൾ, അവിടെ കുട്ടികൾ ആഘോഷിക്കുന്ന സമയത്ത് അല്ലെ, ഉത്സവമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് ഇവിടെ ബഡേ മുതിർന്നവരെന്ത് ചെയ്യും, ഢോൽ ധമാവോ നമ്മളെ വാദ്യോപകരണങ്ങളൊക്കെ കൊട്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, അതിന്റെ താളത്തില് ചൈത്തി ഗീത് ഗാത്തേ ഹെ. ചൈത്തി ഗീത് എന്ന ചൈത്രമാസത്തെ ഗാനങ്ങളാണ്. ആ ചൈത്രമാസ ഗാനം ഇവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർ ആഘോഷിക്കുകയാണ് അവരിവിടെ അല്ലെ. കുട്ടികൾ പൂക്കളൊക്കെ അലങ്കരിച്ച്, പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അലങ്കരിച്ച് ഫുഡൊക്കെ അല്ലെ, സമൂഹ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ആഘോഷിക്കും അല്ലെ. ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ എന്താണ് ഢോലൊക്കെ വാദ്യോപകരണങ്ങൾ വെച്ച് കൊട്ടി ചൈത്രമാസ ഗാനം ഇവർ പാടുന്നുണ്ടാവും. इन गीतों में पांडवों की हिमालय यात्रा के किस्से होते हैं. എന്താണ് ഈ ഒരു പാട്ടിൽ, ഈ ഒരു ഗീതത്തിൽ എന്താണ്, ഈ ഒരു ഗാനത്തില് പാണ്ഡവത്തിന്റെ ഹിമാലയ യാത്രയെ പറ്റി പറയും. ആ ഒരു യാത്രയെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പഞ്ചാജുലിയില് നമ്മളെ ഈ പാണ്ഡവന്മാര് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു 5 പീക്കിൽ വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാണ്ഡവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഗീതത്തിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. हिमालय के किस्से होते हैं और पहाड़ों के वीरों की शौर्य गाथाएं भी शामिल होते हैं. അതായത് നമ്മളെ ഈ പർവ്വതത്തിലെ വീരന്മാരുടെ വീരഗാഥകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. शामिल होना എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തി എന്നാണ് शामिल होती है. परंपरागत रूप में चैती गीत गाने वाला औजी जब गावों में दमकते हैं तो वहां बीट जम जाते हैं. എന്താണ് പരമ്പരാഗതമായ രൂപത്തിൽ നമ്മൾ ചൈത്തി ഗീതം പാടുന്ന ഔജി, അവരെന്താണ് ഈ പാടുന്ന ആൾക്കാരെ നമ്മൾ ഔജി എന്ന് വിളിക്കുക. അപ്പൊ ഔജി എപ്പോഴാണോ നമ്മളെ ഗ്രാമത്തിൽ മുഴങ്ങുന്നത്, ആ പാട്ട് എപ്പോഴാണോ ഗ്രാമത്തിൽ വരുന്നത്, ആ സമയത്ത് തന്നെ വഹാ ബീഡ് ജംചാവുക, അവിടെ ഒരു വലിയ ക്രൗഡ് ഉണ്ടാവും, കുറെ പേരുണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ച് നമ്മൾ ആഘോഷമൊക്കെ വരുന്ന സമയത്ത് എന്താ എല്ലാവരും കൂടി അവിടെ കാണാൻ പോലെ, അപ്പൊ അവിടെ എന്താണ് ഒരു ക്രൗഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബസന്ത് മേ സംഗീത് കെ സുർ ഗുൽചാത്തെ ഹെ. വസന്തത്തില് ഈ വസന്തത്തിൽ എന്താണ് ഈ സംഗീതത്തിന്റെ ആ ഒരു താളത്തിൽ, ആ ഒരു ശബ്ദത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേരും.
ഒക്കെയാണോ വസന്തം? ആ ഒരു സംഗീതത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേരാണ്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. बसंत की गुनगुनी धूप जब दोपहरी में तपाने लगती है तब ऊंचे हिमालय शिखरों पर बुरांस चटकने लगते हैं. എന്താണ്? വസന്തത്തിന്റെ ഈ ഇളം വെയില്, ഗുൻഗുനി ധൂപ് എന്ന് പറഞ്ഞാൽ ഇളം വെയിലാണ്. വസന്തത്തിന്റെ ഇളം വെയില് ജബ് ദൊബഹരി മേ തപാനെ ലഗ്തേ ഹെ, ദൊബഹർ എന്ന് പറഞ്ഞാൽ ഉച്ച, അപ്പൊ ഉച്ചയ്ക്ക് ദൊബഹരി മേ ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തപാനെ ലഗ്തേ, തപാന എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുക. അതായത് വസന്തത്തിന്റെ ഈ ഇളം വെയില് നമ്മൾ ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് ചുട്ടുപൊള്ളുന്ന ആ സമയം ഉണ്ടാവില്ലേ, അതായത് ആര് ചുട്ടുപൊള്ളുന്ന എന്നൊക്കെ വരുന്ന സമയത്ത് ആര് വന്നു? വേനൽക്കാലം ആരംഭിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ ചൗഗംബയിലേക്ക് സൂര്യൻ ചാടി പോവാറായല്ലേ. അപ്പൊ ആ സമയത്ത് ഊഞ്ചൈ ഹിമാലയ ശിഖരവും പെർ, നല്ല ഹിമാലയത്തിന്റെ ഊഞ്ചൈ എന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ള ഭാഗത്ത് ശിഖരത്തില് പെർ ബുരാൻസ് ചൽബക്നെ ലഗ്തേ ഹെ, ബുരാൻസ് എന്ന് പറഞ്ഞ പൂക്കളാണ്, ചുവന്ന കളറുള്ള പൂക്കളാണ്. അതിന്റെയും ചിത്രം നമ്മൾ ഡിക്ഷണറിന്റെ ഭാഗത്തുണ്ട് കേട്ടോ. അപ്പൊ ബുരാൻസ് ചടക്നെ ലഗ്തേ ഹെ, ബുരാൻസിനുള്ള ചുവന്ന പൂക്കൾ ഇങ്ങനെ മൊട്ടിടാൻ തുടങ്ങും. അപ്പൊ വസന്തം കഴിഞ്ഞ് ആര് തുടങ്ങാണ്? വേനൽക്കാലം, സമ്മർ തുടങ്ങുകയാണ് അല്ലെ. ബുരാൻസ് കെ ഫൂൽ പഹാഡോ പർ ശാന്താർ ലാലിമ ബിച്ചാ ദേത്തെ ഹെ, ബുരാൻസിന്റെ പൂക്കള് പർവ്വതങ്ങളിലാണ് എന്താണ് ഒരു പ്രൗഢമായ, ശാന്താർ എന്ന് പറഞ്ഞാൽ പ്രൗഢമായ, ലാലിമ ബിച്ചാ ദേത്തെ ഹെ നല്ല ഭംഗിയുള്ള ചുവപ്പ് കളറാവും. നമ്മുടെ ഈ നന്ദാ പർവ്വതത്തിലുള്ള സമയത്ത്, ബസന്തമുള്ള സമയത്ത് എന്തായാലും പർവ്വതത്തിൽ മഞ്ഞ പൂക്കളാണ് അല്ലെ. ഇവിടെ എന്താണ് ഇപ്പൊ ചുവന്ന പൂക്കള് വിടർന്നിട്ടുണ്ട്. മകർ സംക്രാന്തി സെ തപ്താ സൂരജ് അബ് നന്ദാ പർവ്വത് സെ ചൗകംബ പർവ്വത് കി ഓർ ബഡ്നെ ലഗ്താ ഹെ. എന്താണ് പറഞ്ഞത്? മകരസംക്രാന്തിയിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന ഈ സൂര്യൻ ഇപ്പൊ നന്ദാ പർവ്വതത്തിൽ എത്തി. അവിടെ നിന്ന് എന്താണ്, എവിടെ എത്തി? ചൗഗംബ പർവ്വതത്തിൽ എത്തിയിട്ടുണ്ട് അല്ലെ. ഇനി എന്നാ ഗംഗാമേ പാനി കി ധര തീസ് ഹോ ജാത്തി ഹെ, നമ്മളെ സൂര്യനൊക്കെ വരുന്ന സമയത്ത് അവിടെയുള്ള മഞ്ഞൊക്കെ എന്ത് ചെയ്യും? അവിടെ മഞ്ഞായിരുന്നു അല്ലെ. നമ്മുടെ ഈ പാഞ്ചാജലിയില് സൂര്യനുള്ള സമയത്ത് അവിടെ മഞ്ഞുണ്ടായിരുന്നു അല്ലെ. പിന്നെ വസന്തം കഴിഞ്ഞ് അടുത്ത നമ്മൾ എത്തി ചൗഗംബയിലെത്തി. ചൗഗംബയിൽ എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എന്താണ്, ചൗഗംബയിലുള്ള അവിടെ സൂര്യൻ എത്തുമ്പോൾ അവിടെയുള്ള മഞ്ഞൊക്കെ എന്ത് ചെയ്യും? ഉരുകി 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 വെള്ളമായിട്ട് വരും അല്ലെ. അവിടെ ഇതിലൂടെ വരും എന്താണ്? ഗംഗാമേ പാനിക്ക് ധര തേസ് ഹോ ജാത്തി ഹെ. അപ്പൊ എന്താണ്, ആ മഞ്ഞൊക്കെ ഉരുകിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്താണ്, ഗംഗയില് വെള്ളം ഇങ്ങനെ കൂടി, അതിന്റെ ധാരയാണ്, അതിന്റെ ഗംഗയിലെ ധാര എന്താണ്, സ്പീഡ് കൂടും അല്ലെ. ഗംഗയിലെ ധാര സ്പീഡ് കൂടും, വെള്ളമായിട്ട് ഒഴുകി പോവാണ്. ठंड के मौसम में എന്താണ്, തണുപ്പുള്ള മാസത്തില് ബർഫീലെ ഇലാക്കോസെ നിച്ചലെ ഇലാക്കോ മേ ഉതരെ പശുചാരക് വാപ്പസ് ഗരോങ്കോ ലൗട്ടെ ലഗ്താ ഹെ. അതായത് ഈ തണുപ്പുള്ള മാസങ്ങളിൽ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് കുറെ ആൾക്കാർ, അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഇടയന്മാരാണ് പശുചാരക്. അവിടെയുള്ള ആൾക്കാർ ഒട്ടുമിക്കവരും ഇടയന്മാരാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? താഴെ ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്നവര്, അവിടെ മഞ്ഞൊക്കെ ഉരുകി ഗംഗയിലൂടെ വെള്ളം ഒഴുകി പോയി, അപ്പൊ അവിടെ മഞ്ഞുണ്ടോ? ഇപ്പോ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? താഴെ എന്താണ്, അവർക്ക് ഇനി മുകളിലോട്ട് പോവാം. അത് സാധാരണ വെള്ളപ്പൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആളുകൾ അടുത്തുള്ള ക്യാമ്പിലൊക്കെ പോയി താമസിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിലേക്ക് തിരിച്ചു പോകും അല്ലെ. അതേപോലെ തന്നെ എന്ത് ചെയ്യും? മഞ്ഞൊക്കെ മൂടിയ സമയത്ത് അവിടെയുള്ള ആൾക്കാർ താഴെയുള്ള ഗ്രാമത്തിൽ വന്ന് താമസിക്കും. ആ താമസിച്ചിട്ട് എന്ത് ചെയ്യും? ചൗഗംബയിൽ വന്ന സമയത്ത് വേനൽക്കാലം അല്ലെ, വേനൽക്കാലം ആയിരുന്ന സമയത്ത് അവിടെയുള്ള മഞ്ഞൊക്കെ ഉരുകി പോകും. അപ്പൊ അവിടെയൊക്കെ എന്താണ്, താമസയോഗ്യമാകും. അപ്പൊ എന്ത് ചെയ്യും? ഇവരുന്ന് താഴേന്ന് ഇവര് മുകളിലോട്ടേക്ക് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകും. അതാണ് പറയുന്നത്. ठंड के मौसम में, തണുപ്പുള്ള മാസത്തിൽ ബർഫീലെ ഇലാക്കോസെ, ഇലാക്ക എന്ന് പറഞ്ഞ പ്രദേശം എന്നാണ് കേട്ടോ. അതായത് ഈ മഞ്ഞുള്ള പ്രദേശത്ത് നിന്ന് നിച്ചലെ ഇലാക്കോമേ, താഴെയുള്ള നിച്ചലെ, താഴെയുള്ള പ്രദേശങ്ങളിൽ ഉത്തരേ, താഴെ വന്നിട്ടുള്ള പശുചാരക്, ഇടയന്മാരെന്ത് ചെയ്യും? വാപ്പസ് ഗരോങ്കോ ലൗട്ടെ ലഗ്തേ ഹെ, എന്താണ്, തിരിച്ചവരെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നതാണ് അല്ലെ. മഹീനോ തക് ഫൈലെ ചരാഗാഹോം घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. എന്താണ്, മഹീന് മാസങ്ങളോളം വിടർന്നു നിൽക്കുന്ന പുൽമേട്, ചരാഗ എന്ന് പറഞ്ഞാല് പുൽമേടാണ്. പിന്നെ ഗനേ ജംഗിൾ എന്ന് പറഞ്ഞാല് നല്ല തിങ്ങി നിറഞ്ഞ കാടുകള്. അതുപോലെ തന്നെ അഞ്ചാൻ ബസ്തി, അഞ്ചാൻ എന്ന് പറഞ്ഞാല് പരിചയമില്ലാത്ത, ബസ്തി എന്ന് പറഞ്ഞാൽ കോളനി, ഭടക്ന എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുകയാണ്. ഈ അർത്ഥമൊക്കെ എഴുതി വെക്കണേ. അപ്പൊ എന്നാ പറയുന്നത്, മാസങ്ങളോളം ചരാഗ പുൽമേടാണ്, പുൽമേട്ടിലും നല്ല കാട്ടിലും അതുപോലെ പരിചയമില്ലാത്ത കോളനിയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം ശേഷം അവരെന്താണ്, അപ്നെ ഘർ ലൗട്ട്നേക്ക് ഖുഷി, അവരവരുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെ സന്തോഷം, ഉത്സവ് കി മാഹോൽ രച് ദേത്തെ ഹെ, എന്താണ്, ഉത്സവത്തിന്റെ ഒരു അന്തരീക്ഷമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, ഒരു കുറെ മാസങ്ങളായിട്ട് അവർ താഴെയാണ് ഉള്ളത് അല്ലെ, വേറൊരു സ്ഥലത്ത് വന്നു നിന്നാണ്. അപ്പം ഈ മഞ്ഞൊക്കെ ഉരുകി അവിടെ താമസ സമയത്ത് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്,
അവർക്കൊരു ഉത്സവമായിട്ടൊരു പ്രതീതിയാണ് അല്ലെ, സന്തോഷം ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്, വേ ഗീത് ഗാത്തെ ഹെ നാച്തെ ഹെ, സന്തോഷത്തിൽ അവരെന്താണ് ഗീതം പാടും അല്ലെ, ഗാനങ്ങളൊക്കെ പാടും, അതുപോലെ നൃത്തം ചെയ്യും, നാച്തെ ഹെ. പശുചാരകോ കെ സാത്ത് ഉൻകെ ബേഡ് ബക്കരിയോ, എന്താണ് പശുചാരകി ഇടയന്മാരുടെ ഒപ്പം എന്താണ് അവരുടെ ബേഡ് ചെമ്മരിയാടും, അതുപോലെ ബക്കരിയാം ആടും, ഗോഡെ കുതിര, കച്ചർ എന്ന് പറഞ്ഞാൽ കഴുതകള്, ഓർ കുത്തേ ബി ഹോത്തെ, കുത്തേ എന്നാണ് നായ അല്ലെ. അപ്പൊ എന്താണ് പശുചാരകിന്റെ ഒപ്പരം അവരുടെ ഒപ്പരം എന്താണ് ചെമ്മരിയാടും ആടും കുതിരയും കഴുതകളും, അതുപോലെ ചെമ്മരിയാട് ആട് കുതിര കഴുത നായ ഇവരൊക്കെ ഉണ്ടാവും, ആര് നമ്മളെ ഇടയന്മാരൊപ്പം. അപ്പൊ ആദ്യം തണുപ്പുള്ള സമയത്ത് എല്ലാവരും താഴോട്ടേക്ക് വന്നാണല്ലേ, മൃഗങ്ങളും മനുഷ്യന്മാരും എല്ലാവരും താഴോട്ട് വന്നിട്ടുണ്ട്, എല്ലാവരും തിരിച്ചിട്ട് പോവാണ്. रास्ते में आने वाले गांवों से उनका लेन देन भी होता रहता है. लेन देन എന്ന് പറഞ്ഞാൽ കൊടുക്കുക വാങ്ങുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കച്ചവടം. അപ്പൊ പോകുന്ന വഴിയിൽ ഇവര് എന്താണ് നമ്മളിപ്പോ മഞ്ഞൊക്കെ വരുന്ന ഇവർക്ക് ഓൾറെഡി അറിയാം, എല്ലാ വർഷവും നടക്കുന്നതാണല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യും, താഴോട്ടേക്ക് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് വരിക. അപ്പൊ അത് എന്താണ് വരുന്ന വഴിയിലുള്ള ഗ്രാമങ്ങളിലൊക്കെ ആയിട്ട് കച്ചവടം നടത്തിക്കൊണ്ടാണ് അവർ വരുന്നത്. ബുദ്ധിമുട്ടുള്ള സമയമാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മഞ്ഞുകാലം, അവർ വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കാന്നാണ്. ആ ഒരു സമയത്ത് കൂടെ ഉത്തരാഖണ്ഡിലെ ആൾക്കാർ എന്താണ് അവർ ആ ഒരു കച്ചവട മനോഭാവം കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലും അവർ കുറച്ച് എന്താണ് നല്ല കാര്യങ്ങൾ, അവരുടെ എന്താണ് വീട് പോയി എന്ന് പറഞ്ഞ സങ്കടത്തിലൊന്നും അല്ല ഇരിക്കുന്നത്. അവർ വരുന്ന സമയത്ത് അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, കച്ചവടം ആ ഒരു സമയം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, ലേൻദേൻ ബി होता रहता है. അപ്പൊ ഒരു കച്ചവടവും നടക്കുമായിരുന്നു. വേ ജാൻവരോं के साथ साथ കീടാചെടി, കീടങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട്, പല്ലിയൊക്കെ വരുന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരുന്നതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കീടാചെടി. അതിന്റെ ചിത്രം നമ്മുടെ ഡിക്ഷണറിന്റെ പോർഷനിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അവരെന്താണ് ജാൻവരോं के साथ साथ, ഈ മൃഗങ്ങളെ മാത്രമല്ല അവർ വിൽപ്പന നടത്തുക, കീടാചെടി കരൺ ഔർ ചുരു ജൈസെ ദുർലഭ് ഹിമാലയ് ജഡി, അതായത് കരൺ അതുപോലെ ചുരു എന്ന് പറഞ്ഞ ഹിമാലയത്തിലുള്ള ദുർലഭമായിട്ടുള്ള അങ്ങനെയൊന്നും കിട്ടാത്ത വേരുകളുണ്ട്, ആ വേരുകളും ഔഷധി ബി ബേസ്തെ ഹെ, ഔഷധത്തിന് ഉപയോഗിക്കുന്നതാണ്, അതൊക്കെ അവരെന്ത് ചെയ്യും, കച്ചവടം നടത്തുന്നുണ്ട്. ഇൻ ഗാവോ സെ ഇൻകാ സദിയോ കാ റിശ്താ ഹെ, ഈ ഗ്രാമങ്ങളുമായിട്ട് അവർക്ക് എന്താണ് നൂറ്റാണ്ടുകളുടെ ബന്ധാണുള്ളത്. इसलिए उसी वक्त पूरी कीमत चुकाना जरूरी नहीं होता. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു സമയത്ത്, ആ വക്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പൂരി കീമത്ത്, പൂർണ്ണമായിട്ടും അവർക്ക് എന്താണ് കീമത്ത് വില ചുക്കാന ജറൂറി നെഹി ഹോത്ത, അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അടുത്ത വർഷം വരുന്ന സമയത്ത് വാങ്ങുകയൊക്കെ ചെയ്യാം അല്ലെ. ബർഫീലെ മൗസം में निचले इलाकों की ओर जाते वक्त പുരാനി വസൂലി की जाती है. എന്താണ് ബർഫീലെ മൗസം में, നല്ല തണുപ്പുള്ള സമയത്ത്, ബർഫീനെ മൗസമേ നിച്ചലെ ഇലാക്കോം കി ഓർ, അതായത് താഴെയുള്ള പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് ഈ പുരാനി വസൂലി, ഈ കടങ്ങളൊക്കെ അവർ വാങ്ങും, ഓക്കെ ആണല്ലോ. പിന്നെ എന്താണ് മസേകി ബാധേകി നഖത് ഉദാർ കെ ആഖ്ഡെ കഹി ദർജ് നഹി ഹോത്തെ, എന്താണ് രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഈ ക്യാഷ്, നഖത്ത് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ്, ഉദാർ എന്ന് പറഞ്ഞാൽ കടമാണ്. ഈ ഒരു കടം വാങ്ങലിന്റെ ഒക്കെ കാര്യങ്ങൾ ഇവരെവിടെയും എഴുതി വെക്കാറൊന്നുമില്ല. आपसी विश्वास के दम पर वर्षों से यहाँ ये लेन देन चल रहा है. आपसी വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്, പരസ്പര വിശ്വാസത്തിന്റെ ബലത്തിൽ, ദമ്പർ എന്ന് പറഞ്ഞാൽ ബലത്തില്, പരസ്പര വിശ്വാസത്തിന്റെ ബലത്തില് വർഷങ്ങളായിട്ട് ഈ കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും തണുപ്പുള്ള സമയത്ത് വരും, തിരിച്ചു പോകും. ആ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവര് കച്ചവടങ്ങളൊക്കെ ചെയ്യും, തിരിച്ചു പോകുന്ന സമയത്ത് അവര് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും പോകും. ഇതൊക്കെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ. पशुचारों के जाते जब गुजर जाते हैं तब गांव की जड़ में बहती गंगा से सटकर बनी സർപ്പീലെ സടക് पर हलचल बढ़ जाती है. പശുചാരക ഇടയന്മാരല്ലേ, ഇടയന്മാരുടെ സംഘമാണ്, സംഘം എപ്പോഴാണോ അവിടുന്ന് ഇങ്ങനെ പോകുന്നല്ലേ, ജബ് ജാത്തെ ഹെ, എപ്പോഴാണോ പോകുന്നത്, തബ് ഗാവ് കി ജഡ് മേ, എന്നാണ് ഗ്രാമത്തിന്റെ അറ്റത്ത് എന്ത് വരും, ബഹത്തി ഗംഗാ സെ സടക് ബനി സർപ്പീലി സടക് പർ, അതായത് നമ്മളെ ഈ ബഹത്തി ഗംഗാ സെ സഡ്കർ ബനി, ബഹത്തി നമ്മളെ ഈ ഒഴുകുന്ന ഗംഗേന്റെ അടുത്ത് ചെറിയ റോഡ് പോലെയില്ല, സർപ്പീലെ സടക് എന്ന് പറഞ്ഞാൽ സർപ്പ് എന്ന് പറഞ്ഞാൽ പാമ്പല്ലേ, അപ്പൊ ഈ സർപ്പം പോലെ വളഞ്ഞു പൊളഞ്ഞു നടക്കുന്നതാണ് സർപ്പീലി സടക് എന്ന് പറഞ്ഞാൽ, വളഞ്ഞു പൊളഞ്ഞു നടക്കുന്ന റോഡ്, സടക് എന്ന റോഡാണ്. അവിടെ എന്താണ് ഹൽച്ചൽ ബഡ്ജാത്തി എന്ന് പറഞ്ഞാൽ കോലാഹലം ഉണ്ടാവും.
അതായത് ഇവര് തിരിച്ചു പോകുന്ന സമയത്ത് ആ സൈഡിലുള്ള റോഡിലൂടെ വളഞ്ഞു വളഞ്ഞുള്ള റോഡിലൂടെ മുകളിലോട്ട് കയറി പോകും അല്ലെ, ആ സമയത്ത് എന്താ ഒരു ബഹളമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് പറയുന്നത് അല്ലെ. സന്തോഷം കൊണ്ട് പാട്ട് പാടുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്, നൃത്തങ്ങളുണ്ട്, ഇതൊക്കെ എന്നാ ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. बद्रीनाथ, केदारनाथ, गंगोत्री और यमुनोत्री की ओर आने वाले पैदल यात्री धामों के कपाट खुलने से काफी पहले आने लग जाते हैं. എന്താണ് ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി, നമ്മുടെ ഈ തീർത്ഥാടക കേന്ദ്രങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടത്തേക്ക് വരുന്ന ആൾക്കാര് ആനേവാലെ പേദൽ യാത്രി, പേദൽ യാത്രി, അതായത് പേദൽ എന്ന് പറഞ്ഞാൽ കാൽനട അല്ലെ, കാൽനടയായിട്ട് പോകുന്ന ദാമോക്കെ, അതായത് നമ്മളെ ഈ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നടന്നു പോകുന്ന തീർത്ഥാടന സ്ഥലം എന്നാണ് ധാമോ എന്ന് പറഞ്ഞാല്. ഈ തീർത്ഥാടനത്തിലേക്ക് പോകുന്ന ആൾക്കാര് കപാട്ട് खुलने से काफी पहले आने लगते हैं, അതായത് ഈ തീർത്ഥാടന സ്ഥലത്തിന്റെ കവാടം തുറക്കുന്നതിന് മുമ്പിലേ അല്ലെ, ആ ഒരു ഭാഗങ്ങളൊക്കെ ഈ നമ്മളെ ഈ മഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പിലെ നമ്മളെ ആൾക്കാരൊക്കെ ഇങ്ങനെ മെല്ലനെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. എന്താണ് പിന്നെ സുദൂർ ദക്ഷിൺ സേ ആനെ വാലെ മഹാത്മാ കൈ ബാർ ഹമാരെ ഗാവ് തക് ആ ജാത്തെ ഹെ, എന്നാണ് ദൂരെയുള്ള ദക്ഷിണ നമ്മളെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഭക്തന്മാർ, ഭക്തന്മാരൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ഗ്രാമത്തിലേക്ക് നേരത്തെ തന്നെ വന്നിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഉൻകെ ഹാത്തോമേ ഏക്താര ഹോത്തെ ഹെ, ഏക്താര എന്ന് പറഞ്ഞാൽ ഒറ്റക്കമ്പി എന്നാണ്, ഒറ്റക്കമ്പി നമ്മളെ വാദ്യോപകരണമാണ്, അതൊക്കെ ഉണ്ടാവും. और उसके संगीत पर वे भजन हो गाते हैं, എന്താണ് അതും വായിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇങ്ങനെ ഭജന പാടുമായിരുന്നു. ബദ്രിനാഥ് और केदारनाथ के मुख्य पुजारी आज भी दक्षिण भारत से നിയുക്ത ഹോത്തെ ഹെ, അതായത് നമ്മളെ ബദ്രിനാഥും അതുപോലെ കേദാർനാഥിലേക്കുള്ള പ്രധാനമായിട്ടുള്ള പൂജാരികളൊക്കെ ഇപ്പോഴും എന്താണ് ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ളവരാണ്. നിയുക്ത ഹോത്തെ എന്ന് പറഞ്ഞാല് നിയമിക്കാം, ദക്ഷിണ ഭാരതത്തിലുള്ള ആൾക്കാരെയാണ് ഇപ്പോഴും മറ്റേ ബദ്രിനാഥും കേദാർനാഥിലുള്ള സ്ഥലത്തേക്കുള്ള പൂജാരിമാരെ നിയമിക്കുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്നാണെന്നാണ് പറയുന്നത്, സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. സൂരജ് ജബ് ചൗക്കമ്പ പർവത് കെ ടീക് പീछे से ഉദയ് ഹോനെ ലഗ്താ ഹെ, അതായത് സൂര്യൻ എപ്പോഴാണോ നമ്മുടെ ചൗക്കമ്പ പർവ്വതത്തിന്റെ കറക്റ്റ് പിന്നിൽ നിന്ന് പിറകിൽ നിന്ന് ഉദിക്കുന്നത്, തബ് ജേഠ് ശുരു ഹോ ജാതാ ഹെ, അപ്പൊ നമ്മളെ ജേഠ് മാസം ആരംഭിക്കുകയാണ്. പഹാഡ് കി സഡക് കെ ഗാഡിയോ സെ ഭർ ജാതി ഹെ, പഹാഡ് നമ്മളെ പർവ്വതത്തിന്റെ റോഡുകൾ എന്താണ്, ഗാഡി എന്ന് പറഞ്ഞാൽ എന്താണ്, വാഹനം അല്ലെ, വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അപ്നെ ഘർ കി ഛത് സെ ജബ് മേ, എന്നാണ് എന്റെ വീട്ടിന്റെ ഛത്ത് എന്താണ് നമ്മള് ബീർബാഹുട്ടിയില് ഛത്ത് എന്നാരോ താഴെ വീണിട്ടുണ്ട് അല്ലെ, അതായത് നമ്മള് ടെറസ് ആണ് അല്ലെ, അപ്പൊ മേൽക്കൂരയിൽ നിന്ന് ഛത്ത്, അപ്നെ ഘർ കി ഛത് സെ, നമ്മുടെ മേൽക്കൂരയിൽ നിന്ന്, വീട്ടിന്റെ മേൽക്കൂരയിൽ നിന്ന്, ജബ് മേ എപ്പോഴാണോ ഞാൻ ബദ്രി യാത്ര മാർഗ് കി ഭീഡ് ദേഖ്താ ഹൂ തോ ഭൂൽ ജാതാ ഹെ കി महज 2 മഹീനെ പെഹലെ ഏക് ഗാഡി ഏകദം ശാന്ത് തി, എന്താണ് പറയുന്നത്, ആ ഒരു എന്റെ വീട്ടിന്റെ മുകളിലുള്ള മേൽക്കൂരയിൽ നിന്ന് ഞാൻ നോക്കുന്ന സമയത്ത്, നോക്കുന്ന സമയത്ത് ഈ ബദ്രിനാഥ് യാത്രാമാർഗ്, ഈ ബദ്രിനാഥിലേക്ക് പോകുന്ന യാത്രാമാർഗങ്ങളിലുള്ള എന്താണ് ബീഡ്, ബദ്രിനാഥിലേക്കുള്ള യാത്രയുടെ ബീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രൗഡ് നീക്കുന്ന സമയത്ത്, ഈ ജനക്കൂട്ടം നോക്കുന്ന സമയത്ത്, तो भूल जाता है, ഞാൻ മറന്നു പോവാറുണ്ട്, ഭൂൽന എന്ന് പറഞ്ഞാൽ മറക്കുക അല്ലെ, മറന്നു പോവാറുണ്ട്. എന്താ മറന്നു പോകുന്നത്, മെഹജ് എന്ന് പറഞ്ഞാൽ സിർഫ് വെറും എന്നുള്ള അർത്ഥത്തിലാണ്. സിർഫ് 2 മഹീനെ പെഹലെ, വെറും ഒരു 2 മാസങ്ങൾക്ക് മുമ്പ്, ഗാഡി ഏകദം ശാന്തി, ഗാഡി എന്ന് പറഞ്ഞാൽ താഴ്വര, ഈ താഴ്വാരം മൊത്തമായിട്ട് ശാന്തമായിരുന്നു അല്ലെ, മഞ്ഞൊക്കെ മൂടിയ സ്ഥലമായിരുന്നു എന്നാ പറയുന്നത്. അതായത് ഈ തീർത്ഥാടകർ ഇങ്ങനെ മുകളിലോട്ട് പോകും അല്ലെ, ആ സമയത്ത് ഈ വസന്തം കഴിഞ്ഞ നമ്മളുടെ വേനൽക്കാലം അല്ലെ, കഴിഞ്ഞ് ചൗകമ്പയിലെത്തുന്ന സമയത്ത് വേനൽക്കാലാണ്, മഞ്ഞൊക്കെ ഉരുകി എല്ലാവരും മുകളിലോട്ട് പോവാണ്, തീർത്ഥാടകരൊക്കെ പോവാണല്ലേ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വീട്ടിന്റെ മേൽക്കൂരയിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ തിരക്കൊക്കെ കാണും അല്ലെ, അപ്പൊ ഞാൻ എന്ന് മറന്നു പോകും, തൊട്ട് മുമ്പ് 2 മാസം മുമ്പ് വരെ ഇവിടെ ശാന്തമായിരുന്നു എന്നുള്ള കാര്യമെല്ലാം ഞാൻ മറന്നു, ഞാൻ ആഘോഷത്തിലായിരിക്കും ഉണ്ടാവുക അല്ലെ. സദിയോ സെ യേ ഋതുചക്ര യൂ ഹി ചൽതാ രഹാ ഹെ, ഈ സദിയോ സെ നൂറ്റാണ്ടുകളായിട്ട് ഈ ഋതുചക്രം, അതായത് ഈ ഋതു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെ, ഈ കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് അല്ലെ. ഹിമാലയ അപ്നി ജഗ
मौजूद है और सूरज മുസ്തേദി സെ അപ്നി യാത്ര കർ രഹാ ഹെ. എന്താണ്? ഹിമാലയം തന്റെ സ്ഥാനത്ത് എന്താണ്? മൗജൂദ് എന്ന് പറഞ്ഞാൽ പ്രസന്റ്, സന്നിഹിതനായിരിക്കുകയാണ്. എന്താണ്? ഹിമാലയം അവിടെ തന്നെ ഉണ്ടാവും. സൂരജ് എന്താണ്? മുസ്തേദി സെ, മുസ്തേദി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എന്ത് ചെയ്യും? അപ്നി യാത്ര കർ രഹാ ഹെ, തന്റെ യാത്ര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പഞ്ചാചലിൽ നിന്ന് നന്ദിയിലേക്ക്, നന്ദിയിൽ നിന്ന് ചൗക്കമ്പയിലേക്ക്, പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സൂരജ് ഇങ്ങനെ അല്ലെ. पंचाचूली की 5 चोटियों की ओर से जब सूरज प्रकट होता है तब मेरे गांव में हार्ट कांप देने वाले ठंड पड़ती है. എന്നാണ്? പഞ്ചാചൂലിക്ക് 5 ചോട്ടിയോ की ओर से. അപ്പൊ പഞ്ചാചൂലിന്റെ ആ 5 ചോട്ടിന്റെ ഭാഗത്ത്, 5 ശിഖരങ്ങളുടെ ഭാഗത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാമത്തിൽ എന്തായിരിക്കും? നമ്മളെ വിറയ്ക്കുന്ന തണുപ്പായിരിക്കും എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? മുകേഷ് നൗട്ടിയാൽ, നമ്മൾ ലേഖകനാണ് പറയുന്നത് അല്ലെ. സൂരജ് ജബ് ചൗക്കമ്പ കെ ശിഖർ സെ ഉഗ്താ ഹെ തബ് ജേഠ് കി ഗർമി ചരം പർ ഹോത്തി ഹെ. സൂര്യൻ എന്ത് ചെയ്യും? നമ്മളെ ചൗക്കമ്പയുടെ ശിഖരത്തിൽ വരുന്ന സമയത്ത് എന്താണ്? ജേഠമാസത്തിന്റെ നല്ല ചൂടും, ഗർമി എന്ന് പറഞ്ഞാൽ ചൂടെന്താണ്? ചരം പർ ഹോത്തെ ഹെ എന്ന് പറഞ്ഞാൽ പീക്കിലായിരിക്കും ഉണ്ടാവുക. ഇൻ ദോനോ പർവ്വത് കെ ബീച്ച് കടെ നന്ദ പർവ്വത് കെ आसपास सूरज की उपस्थिति मेरे गांव में बसंत की बोराने का പ്രതീക് ഹെ. എന്താണ്? ഇൻ ദോനോ പർവ്വത് കെ ബീച്ച്, ഈ ദോനോ, ഈ 2 പർവ്വതങ്ങളുടെയും ഇടയിൽ, കടേ നന്ദ പർവ്വത് കെ ആസ്പാസ്, നന്ദ പർവ്വതിന്റെ അടുത്ത് നമ്മളെ സൂര്യൻ വന്നു കഴിഞ്ഞാൽ, ഉപസ്ഥിതി എന്ന് പറഞ്ഞാൽ സാന്നിധ്യം, സൂര്യൻ ഉണ്ടാവുന്ന സമയത്ത് ഗ്രാമത്തിൽ എന്താണ്? വസന്തം ഉണ്ടാവും. ഈ വസന്തത്തിന്റെ ആഘോഷം. നമ്മളോട് ഈ പറഞ്ഞ കാര്യം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ദാദി कहती थी, ദാദി പറയുമായിരുന്നു, മുത്തശ്ശി പറയുമായിരുന്നു, जब तक हिमालय रहेगा ऋतुओं के बदलने का उल्लास बना रहेगा. ദാദി പറയുമായിരുന്നു, ഏതുവരെ നമ്മുടെ ഹിമാലയം ഉണ്ടോ അതുവരെ ഈ ഋതുക്കൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ഉല്ലാസ് ഈ ഋതുക്കൾ ഇങ്ങനെ മാറിക്കൊണ്ട് തന്നെ ഇരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുകേഷ് നൗട്ടിയാലിന്റെ ഒരു ലേഖനാണ്. ഉത്തരാഖണ്ഡിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ള വസന്തത്തിനെ പറ്റി പറയാണ് അല്ലെ. പഞ്ചാചൂലിയിൽ ഉള്ള സമയത്ത്, പഞ്ചാചൂലിയിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവിടെ എന്താണ്? തണുപ്പായിരിക്കും. അത് കഴിഞ്ഞ് നന്ദയിൽ വരുന്ന, നന്ദാപർവ്വതത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ എന്താണ്? വസന്തമായിരിക്കും. പിന്നെ ആ ഒരു തണുപ്പുള്ള സമയത്ത്, ഈ പഞ്ചാചൂലിയിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എന്താണ്? അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ എന്താണ്? ആ ഒരു പർവ്വതത്തിലുള്ള ആൾക്കാരൊക്കെ താഴോട്ടേക്ക് ഇറങ്ങി വരും അല്ലെ, മഞ്ഞായിട്ട്. പിന്നെ നന്ദയിൽ വരുന്ന സമയത്ത് വസന്തമാണ്, പൂക്കളൊക്കെ വിടരുന്നുണ്ട്, കുട്ടികൾ പൂക്കൾ ശേഖരിക്കുന്നതും പൂൽത്തേയിന്റെ ഉത്സവങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്താണ് വരുന്നത്? നമ്മുടെ ചൗഗമ്പ പർവ്വതത്തിലേക്ക് വരുന്ന സമയത്ത് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഗംഗയിലൂടെ നമ്മളെ മഞ്ഞക്കുരുകി വെള്ളമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് താഴെ വന്ന ആൾക്കാരൊക്കെ എന്താണ്? മുകളിലോട്ട് പോകും. ഇവര് കച്ചവട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ ഒരു പരസ്പര വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു എന്താണ്? ഉത്സവം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു പറയും. ഇത് ദാദി പറഞ്ഞ, അദ്ദേഹത്തിന്റെ മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളല്ല, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പക്ഷെ ആദ്യം എന്തൊക്കെയോ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാനം എന്താണ്? ഇതിങ്ങനെ ഈ നൂറ്റാണ്ടുകളായിട്ട് ഈ കാലം ഇങ്ങനെ കടന്നു പോകുന്ന മുത്തശ്ശി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യ ഭാഗത്ത് എന്താണ്? ഈ സൂരജ് ഓരോ ഞാണ് അകലത്തിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു മുത്തശ്ശി പറഞ്ഞു അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.